ഖുർആൻ എന്ന വ്യാജേന ഖുർആനിന്റെ പേരിൽ മൗലവിമാര് പറഞ്ഞ വിവരക്കേടുകളിലേക്ക് വഹാബി പൗരോഹിത്യം ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഖുർആനിന്റെ പേരിൽ ഖുർആൻ മനസ്സിലാക്കിയ ഇമാമുമാരുടെ പിറകിലേക്ക് ഈ ഉമ്മത്തിനെ മുസ്ലിം പണ്ഡിതന്മാർ ക്ഷണിക്കുകയാണ്. വഹാബി മൗദൂദി വികല വിശ്വാസ വ്യാജവാദികളിൽ നിന്ന് ഈ ഉമ്മത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഭിത്തിയാണ് ആ സബീലുൽ മുഅ്മിനീൻ എന്ന പാരമ്പര്യമായ ഭിത്തി. അവിടെ മൗലവിമാർ ഉമ്മത്തിന്റെ മുമ്പിൽ നടത്തുന്ന ഒരു തട്ടിപ്പൊരു മൗലവി പറയുന്നുണ്ട്, ഞങ്ങള് പറയുന്നത് കേൾക്കണം എന്നല്ലോ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്, ഖുർആൻ പറയുന്നത് കേൾക്കണമെന്നല്ലേ. ഖുർആൻ മറിച്ചു നോക്കൂ സുഹൃത്തുക്കളെ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ്. അതിനാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങാടിയിൽ മൈക്കട്ടരുത്, എല്ലാരെ വീടുകളിലും ഓരോ ഖുർആൻ കൊണ്ടുപോയി കൊടുക്കുക. പരിഭാഷ പോലും കൊടുക്കരുത്, പരിഭാഷ നിങ്ങൾ എഴുതിയതാണ്. ഖുർആൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക, എല്ലാ പലചരക്ക് വീഡിയോക്കാരും അത് വായിച്ചിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്നല്ലല്ലോ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി. ഖുർആനിന്റെ പേരിൽ മൈക്ക് കെട്ടി നിങ്ങളുടെ വൃത്തികേട് നിങ്ങൾ വിളിച്ചു പോവുകയാണ്, അതിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അതാണ് നിങ്ങൾ പറയുന്നത്. ഖുർആനിന്റെ പേരിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നാണ് പുരോഹിതന്മാർ ഈ അങ്ങാടിയിൽ വന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതോ ഖുർആനിന്റെ പേരിൽ ഇന്നലെ വരെ സ്വഹാബിമാരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത നിലനിൽക്കുന്ന ഖുർആൻ, ആ ഖുർആൻ സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ സമയത്തുള്ളിൽ എത്ര ആയത്തുകൾ ഓതി. അതാണ് ആയത്തൊക്കെ ഖുർആനിലുള്ളതാണ്. ആയത്തിന് അർത്ഥം പറയുന്നത് മൂപ്പര പോക്കറ്റ് എന്നാണ്. അതിന്റെ അർത്ഥേ പറഞ്ഞുള്ളൂ. അർത്ഥം മൂപ്പര് പറയണം, അർത്ഥം നെഹി ഖുർആൻ കൊടുത്താ മതി, ബാക്കി ഓര് നോക്കിക്കോട്ടെ. അപ്പൊ ഖുർആനിന്റെ പേരിൽ മൗലവിമാരുടെ വിവരക്കേടുകളിലേക്ക് ഈ സമുദായത്തെ ആട്ടിത്തെളിക്കാൻ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഈ ഉമ്മത്തിന്റെ മുന്നിൽ സുന്ദരമായ മുദ്രാവാക്യമായി ഖുർആനിനെ വഹാബികൾ വെക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഈമാനുള്ള ആണിനും പെണ്ണിനും യോജിച്ച കാര്യമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഒരു തീരുമാനം അല്ലാഹു പ്രഖ്യാപിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിക ആശയത്തിന്റെ വഹിയിന്റെ പിൻബലത്തിൽ ഒരു തീരുമാനം ഉമ്മത്തിനോട് കൽപ്പിച്ചാൽ അതേ അവർക്ക് യോജിച്ച കാര്യമല്ല. അയ്യകൂന ലഹുമുൽ ഖിയറ, പിന്നെ അവരവരുടേതായി യുക്തിയും ചിന്തയും വെച്ചുകൊണ്ട് അവിടെ അവനാന്റെ കമ്മിറ്റി കൂടിയിട്ട് തോന്നിയതുപോലെ തീരുമാനം എടുക്കുക എന്നുള്ള കലാപരിപാടി ഈമാനുള്ള മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. അള്ളാഹു പറഞ്ഞാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കണം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അങ്ങനെ തന്നെ സ്വീകരിക്കണം. അങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ ഖുർആനിലേക്ക് എന്ന പേരിൽ മുസ്ലിമീങ്ങളെ വഹാബികൾ ക്ഷണിക്കുന്നത് റസൂലുള്ള പഠിപ്പിച്ചതിലേക്ക് പോലുമല്ല. നിങ്ങൾ നോക്ക്, ഒരു മൗലവി പച്ചക്ക് പറയാണ്, ആരെന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ പാടില്ല. വലിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരു കാര്യം പറഞ്ഞാൽ എന്തിനെ അത് പറഞ്ഞു, എന്താണ് ആ പറഞ്ഞത് എന്ന് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യാതെ മുത്തുനബിയുടെ ഒരു തീരുമാനം വിശ്വസിച്ചാൽ അത് റസൂലുള്ളാഹിനെ ദൈവമാക്കലാണ് നാം മൗലവി പറയുന്നത്. പടച്ചവൻ മാത്രമാണ്, വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്, ആര് ചെയ്താലും ശരി. അതല്ല നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി നിങ്ങൾ അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ അത് റസൂലുള്ളാഹിനെ ദൈവാക്കലാന്ന മൂപ്പര് തുടരുന്നത്. കാരണം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. മനുഷ്യൻ നിലക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. എന്നാൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലവിമാരെ പോലെ അഭിപ്രായം പറയുന്ന കേവലം മനുഷ്യനല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാന്റെ വഹ്യ് പ്രകാരമല്ലാതെ മുത്തുനബി പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, ചലിച്ചിട്ടില്ല. എന്നാൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മൗലവിമാർക്ക് അവരുടെ തല കൊണ്ട് അതൊന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കണം. മൗലവിമാർക്ക് അത് മറ്റു പല പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും തെളിയിച്ചു കിട്ടണം. ഖുർആനിലേക്ക് എന്ന പേരിൽ ദൈവനിഷേധത്തിലേക്ക്, പ്രവാചക നിഷേധത്തിലേക്ക്
മുസ്ലിമീങ്ങളെ ക്ഷണിക്കുകയാണ്. എത്രത്തോളം മുസ്ലിമീങ്ങളെ നിങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹീഹായ ഹദീസുകളെ പച്ചക്ക് മൗലവിമാർ ഇസ്ലാമിന്റെ വേദി കെട്ടിയിട്ട് വിളിച്ചുകൂവി നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് പണ്ഡിതന്മാർ നിർണയിച്ച ഹദീസിന്റെ സ്വീകാര്യതക്ക് ആവശ്യമായ നിദാന ശാസ്ത്രങ്ങളെ മുഴുവനും കോർത്തിണക്കിയ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദിക്കും, നിങ്ങളുടെ പാനീയത്തിൽ ഒരു ഈച്ച വീണുപോയാൽ ഫൽയഗ്മിസുഹു, ആ ഈച്ചയെ നിങ്ങൾ അതിൽ ഒന്നിച്ചു മുക്കിയിട്ട് പുറത്തേക്ക് ഇടണം. എന്തുകൊണ്ട്? ഫൈന ഫീ ഇഹ്ദാ ജനാഇ ദാഉൻ വൽ ഉഖ്റാ ശിഫാ, ആ ഈച്ചയുടെ ഒരു ചിറകിൽ രോഗാണു ഉണ്ടെങ്കിൽ അതിന്റെ മറു ചിറകിൽ അതിനെ പ്രതിരോധിക്കുന്ന ഔഷധവീര്യമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാന്റെ ഖുർആൻ മനസ്സിലാക്കേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, നബിയെ ഇത് ടെക്സ്റ്റ് ബുക്കാക്കി അറബികൾക്ക് വായിക്കാൻ വിട്ടുകൊടുക്കാതെ അല്പാൽപ്പം അങ്ങേക്ക് വിശദീകരിച്ചു പഠിപ്പിക്കാൻ തന്നത് എന്തിനാണ്? അങ്ങ് അർത്ഥം വെച്ചു കൊടുക്കണം ഇതിന്. ഹബീബായ തങ്ങൾ ഖുർആനിന്റെ ആശയം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു. പക്ഷേ മൗലവി പച്ചക്കൊരു ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടിയ വേദിയിൽ വെച്ച് പുലമ്പുന്നത്, വിളിച്ചു കൂവുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഈച്ചയിൽ ഒരു രോഗാണു ഉണ്ട്, അതിൽ മറുചിറകിൽ ഔഷധമുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഈ തലപ്പുഴ ടൗണിലെ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ അബൂബക്കറോ ജോസഫോ കൃഷ്ണനോ നടത്തുന്ന ഒരു ലാബിൽ ഒരു ഈച്ചയെ നമ്മൾ കൊണ്ടുപോയി മെഷീനിൽ ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സംഗതിയൊക്കെ ഈ ഈച്ചയുടെ ചിറകിൽ ആ മെഷീനിലൂടെ ജോസഫും കൃഷ്ണനൊക്കെ കണ്ടു ബോധ്യപ്പെട്ട് ഒപ്പിട്ട് തന്നാലാണ് മുത്തുനബിയുടെ ഹദീസ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവർ വിളിച്ചു പോകുന്നത്. ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈച്ചയുടെ ചിറകിൽ ഇന്നാലിന്ന സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ മൗലവി വിശ്വസിക്കാൻ തയ്യാറല്ല. തൊട്ടടുത്തുള്ള അങ്ങാടിയിലെ ജോസഫിന്റെ ലാബിൽ കൊണ്ടുപോകണം, കൃഷ്ണന്റെ ലാബിൽ കൊണ്ടുപോകണം, അബൂബക്കറിന്റെ ലാബിൽ കൊണ്ടുപോകണം. ഓം പരിശോധിച്ചിട്ട് മുത്തുനബി പറഞ്ഞേ ശരിയാട്ടോ എന്ന് ഈ മൊയ്ന്തു മൗലവിയോട് പറഞ്ഞാൽ മൗലവി ഓക്കെയാണ്, അല്ലെങ്കിൽ നെഹിയാണ്. അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് എന്ന വ്യാജേന പച്ചയായ കുഫിരിയത്തിലേക്ക് ഈ സമുദായത്തെ തെളിക്കുന്ന വ്യാജന്മാരാണ് നമ്മുടെ തെരുവുകളിൽ മൈക്ക് കെട്ടുന്നത് മുസ്ലിമീങ്ങള്. ഇനിയോ ഇത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ചാനൽ വെട്ടിയിട്ട് ഖുർആനിലേക്ക് പോകുകയാണ്. അള്ളാന്റെ റസൂലിനെ നിഷേധിക്കുകയാണ്. ഇനി ഖുർആനെ തന്നെ നിഷേധിക്കുകയാണ്. ഇപ്പം മുജാഹിദുകളിൽ ഒരു ഗ്രൂപ്പ് നമ്മുടെ കരിപ്പൂരെടുത്ത് സമ്മേളനം നടത്തുകയാണ്. ആ സമ്മേളനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു മൗലവി പച്ചക്ക് പ്രസംഗിക്കണ എന്താ അറിയോ? അയാളുടെ നേതാവ് പറഞ്ഞത് റസൂലുള്ളാഹിനെ അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ പുരോഹിതൻ ഇന്ന് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാന്റെ ഖുർആനിൽ അള്ളൊരു കാര്യം പറഞ്ഞാലും അങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല, നമ്മളെ വക ഒന്ന് ചിന്തിച്ചു നോക്കണമെന്നാണ്. സഹോദരന്മാരെ, എത്ര അപകടമാണ് മൗലവി പച്ചക്ക് പറയുന്ന തോന്നിവാസം എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്ന് പറഞ്ഞതാണ് ഇയാളുടെ വലിയ പുരോഹിതൻ. ആ പുരോഹിതന്റെ കുട്ടി പുരോഹിതനാണ് ഇയാള് പറയുന്നത് എന്താ? അള്ളാന്റെ നിർദ്ദേശങ്ങൾ തന്നെ അന്ധമായി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാള് മൂത്രമൊഴിച്ചാൽ മനോഹരിച്ചാൽ മതി, കുളിച്ചണ്ട. എന്നാൽ അത്രത്തോളം ഒന്നും നമുക്ക് മലീമസമായി പ്രത്യക്ഷത്തിൽ തോന്നാത്ത മനിയ് പുറപ്പെട്ട ഓൻ കുളിക്കണം. ഇവന്റെ തലച്ചോറ് വെച്ച് ആലോചിച്ചാൽ ഓ നേരെ കുത്തനെയല്ലേ മനസ്സിലാക്കണ്ടേ? മൂത്രമൊഴിച്ചാൽ കുളിക്കണം, മനിയ് പോയാൽ ഒന്നുണ്ടാക്കണം. ഇങ്ങനെയല്ലേ ഇവന്റെ തല കൊണ്ട് ആലോചിച്ചാൽ കിട്ടുക? അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഖുർആനിനെ അവൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഇതിനു വേണ്ടി മൗലവി എടുക്കാൻ. ഏതാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത്? വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാ. വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട
കേട്ടാൽ അശ്രദ്ധമാകാൻ പാടില്ല. ഖുർആൻ ശരിക്ക് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്നാണ് ഖുർആനിലെ ആയത്ത് പറയുന്നത്. മൗലവി പറയുന്നത് ഖുർആനിലെ ആയത്തൊക്കെ അങ്ങനെ കേട്ടാൽ, ഖുർആനിലെ നിർദ്ദേശമൊക്കെ അങ്ങനെ കേട്ടാൽ അതങ്ങോട്ട് മുണുങ്ങാൻ പാടില്ല. പിന്നെ ഓൻ പോയിട്ട് ഓഫീസിലോ അടുക്കളയിൽ ഇരുന്നിട്ട് ഓനൊന്ന് ആലോചിക്കണം, എന്ത് അള്ള പറഞ്ഞ ഇപ്പൊ ശരി തന്നെയാണോ, മൂത്രം പാത്തിയാലാണോ കുളിച്ചണ്ടേ, അതോ മനീയ് പോയാലാണോ, ഓന്റെ വകയൊന്ന് ഓന്റെ ചട്ടിയിലിട്ട് വറക്കണം എന്നാ ചങ്ങായി പറയണേ. എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിൽ അള്ളാന്റെ ഖുർആൻ കേട്ടാൽ അവിശ്വാസികളെ പോലെ ഇങ്ങനെ അലസന്മാരായി പോകരുത്, അത് ശരിക്ക് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. അതിനെ മൗലവി കോട്ടിമാട്ടിയിട്ട് പറയാ, ഖുർആനിലൊരു കാര്യങ്ങൾ കേട്ടാലും മനസ്സിലാക്കിയാലും നിങ്ങളെ ചെലവ് പോയിട്ട് പിന്നെ ചട്ടിയിലിട്ട് വറുത്തൊന്ന് ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കണം. ഇതിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ്. എങ്ങനെ അന്ധമായി അള്ളാഹുവിന്റെ നാമത്തിലേക്കും നിർദ്ദേശത്തിലേക്കും നമ്മൾ പോകാൻ പാടില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖു മാ ജാഅ ബിഹിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് അങ്ങനെ വിശ്വസിക്കലാണ്. പടിക്ക് പുറത്തല്ലേ ഇവന്റെയൊക്കെ ഐഡന്റിറ്റി കാർഡ്. ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ആദ്യമായി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിടത്തുനിന്ന് മൊല്ലാക്ക നിന്ന് പാത്തിയ കുട്ടിയാള് മരം കയറി പാത്തു ഉറപ്പല്ലേ. വലിയ പുരോഹിതൻ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കുട്ടിപ്പുരോഹിതൻ അള്ളാഹിനെ തന്നെ ചോദ്യം ചെയ്യണമെന്ന് പറയാണ്. ചോദ്യം ചെയ്യുക മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകള്, ആ ഖുർആനിന്റെ വിശ്വാസാചാര നിലപാടുകള് സ്വന്തം ചട്ടിയിൽ വറുത്തെടുത്ത് യുക്തിക്കൊക്കാത്തതിന്റെ പേരിൽ വഹാബികൾ എത്രയാണ് വലിച്ചെറിഞ്ഞതും ദുർവ്യാഖ്യാനിച്ചതും. ഉദാഹരണത്തിന് ഞാൻ ഒന്ന് പറയട്ടെ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്താണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മാ. ഈ ഖുർആൻ നിങ്ങൾക്ക് ഔഷധമാണ്, നിങ്ങൾക്ക് മരുന്നാണ്. ഇതേ ഖുർആൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ സ്വാഭാവികമായും ഈ ഖുർആൻ എന്തിനൊക്കെയാണ് മരുന്ന് എന്ന് പറയേണ്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ തങ്ങൾ ആ പറഞ്ഞത് ആരാണ് നമുക്ക് വിശദീകരിച്ചു തരേണ്ടത്? സ്വഹാബികളാണ്. അത് മനസ്സിലുള്ള കുഫിരിയത്തിന് മാത്രമാണോ ഔഷധം? അതല്ല, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും വന്നാൽ ആ ഖുർആൻ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാമോ? അത് സ്വഹാബികൾ പഠിപ്പിക്കുകയാണ്. ഒരു നാട്ടിൽ പോകുമ്പോ നാട്ടുകാരനെ വരെ വിഷം തീണ്ടിയിട്ടുണ്ട്. സ്വഹാബി ഫാത്തിഹ ഊതിയിട്ട് വിഷറക്കാണ്. ഹബീബായ തങ്ങൾ അത് സമ്മതിച്ച് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് ഹൃദയത്തിന് മാത്രമല്ല ശരീരത്തിനും കൂടിയാണ് എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. ഖുർആൻ അതാണ് പഠിപ്പിച്ചത് എന്ന് അവർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ മൗലവിമാര് അവരുടെ അടുക്കളയിൽ ഇരുന്ന് ചിന്തിച്ചു. അന്ധമായി അള്ള പറഞ്ഞ് സ്വീകരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മൗലവിമാർ ആലോചിച്ചപ്പോ മൗലവിമാർക്ക് പിടുത്തം കിട്ടിയില്ല. എന്താണ് കാരണം? രാമൻ വൈദ്യരുടെ അരിയിഷ്ടം വാങ്ങിയിട്ട് കുടിച്ചപ്പോ വയറുവേദന മാറിയത് എന്തുകൊണ്ടാന്നുള്ളത് കൃഷ്ണനേറ്റന്റെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോ അവിടുന്ന് കണ്ടെത്തി പറഞ്ഞു നിൽക്കണ്. എന്നാൽ പള്ളിക്കല മൂലയാര് ഖുർആാനോദി മന്ത്രിച്ചൂതിയ വെള്ളം കുടിച്ചിട്ട് തലവേദന മാറിയത് എങ്ങനെയാന്ന് മനസ്സിലാകാൻ തൊട്ടടുത്തുള്ള ജോസഫേട്ടന്റെ ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ ഒരു പിടുത്തവും കിട്ടൂല. അപ്പം തലന്റെ ഉള്ളിൽ പിടുത്തം കിട്ടാതെ മൗലവിമാരുടെ ചട്ടിയിൽ ആലോചിച്ച് വറുത്തപ്പോ അവർക്ക് ഖുർആൻ ശരീരത്തിന് എങ്ങനെയാണ് ശിഫ ഉണ്ടാക്കുക എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഖുർആൻ ആയത്തോതിയിട്ട് മൗലവി പറയാണ്, ഖുർആൻ ശിഫയാണ്, അത് മനസ്സിനുള്ളൂ, ഈ ശരീരത്തിനല്ല. وننزل من القرآن ما هو شفاء ورحمة للمؤمنين وننزل من القرآن قرآن നാം അവതരിപ്പിക്കുന്നു, ഖുർആനിൽ നാം അവതരിപ്പിക്കുന്നു മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ, ഔഷധവും അനുഗ്രഹവുമായ വസ്തുക്കളെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഔഷധമുണ്ട്. എന്തിനാണ് ഔഷധം? അത് ഈ കാണുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിനെ സംബന്ധിച്ചല്ല അല്ലാഹ് പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ. ഇതാണ് അള്ള പറഞ്ഞത്. അന്ധമായി അനുകരിക്കാൻ ഞാൻ വരുന്ന അപകടം. സ്വന്തം തലച്ചോറിലിട്ടിട്ട് വറുത്തിട്ട് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കാൻ നിന്നാൽ സഹോദരന്മാരെ ഇത് കിട്ടൂല. ഖുർആൻ ശിഫയാകുന്നത് എങ്ങനെയെന്ന് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഖുർആനികായത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അള്ളാന്റെ റസൂലിനെ അന്ധമായി വിശ്വസിച്ചുകൂടല്ലോ, അള്ളാഹുവിനെയും അന്ധമായി സ്വീകരിച്ചുകൂടല്ലോ. സ്വന്തം യുക്തി കൊണ്ട് മൗലവിമാര് ഖുർആനോദി വ്യാഖ്യാനിച്ചപ്പോൾ ഖുർആനിന്റെ ആത്മീയമായ ഫലം മൗലവിമാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇനി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കണം. അങ്ങനെയാണ് ഒരു മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ദുർവ്യാഖ്യാനിക്കാൻ. എന്തിന്? ഖുർആൻ മന്ത്രിച്ചൂതിയാൽ രോഗം മാറൂല, ഖുർആൻ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി മൗലവി കൊണ്ടുവരുന്ന ഒരു ഹദീസ് എന്താ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് വെള്ളത്തിലെ ഊതണിനെ പറ്റിയാണ്. നമ്മൾ വെള്ളത്തിൽ മന്ത്രിച്ചൂതിനെ പറ്റിയുള്ള വർത്താനാ പറയണേ. മന്ത്രിച്ചൂത്തും ഊത്തും രണ്ടാണ്. മൗലവി എന്ത് ചെയ്തു? ഊതി കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസിനെ മന്ത്രിച്ചൂത്തിലേക്ക് കൂട്ടിമാട്ടിയിട്ട് ഖുർആന്റെ ശിഫയും ആത്മീയതയും നിഷേധിക്കുകയാണ്. കുടിക്കുന്ന വെള്ളത്തിൽ ഊതി ഒരു കരട് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റസൂൽ ആ വെള്ളം ഒഴുക്കിക്കളയുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഏത് വെള്ളം? മന്ത്രിച്ചൂതിയ വെള്ളമല്ല, ഈ വെറുതൊരു ഊത്തുണ്ടല്ലോ, ആ ഊത്തിന്റെ കഥയാണ് ഇത്. നമ്മൾ പറയുന്നത് മന്ത്രിച്ചൂത്താണ്. അള്ളാന്റെ റസൂൽ എത്രയോ അങ്ങനെ ഉമിനീര് തെറിപ്പിച്ചൂതിയിട്ടുണ്ട്, അതേ തടവി കൊടുത്തിട്ടുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അമ്പുകൊണ്ട് പുറത്തിയാടിയപ്പോൾ തടവി ശിഫയാക്കിയിട്ടുണ്ട്. സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വെട്ടുകൊണ്ടപ്പോ അവിടെ ആത്മീയമായ ഉമിനീരും ഊത്തും കൊണ്ട് ശിഫയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ ഉണ്ട്. ഇത് രണ്ടാണ്. ഇനി മൗലവി പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെ ഒരു ഹദീസ്, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തി അജ്വാ, 7 അജ്വാകാരൊക്കെ ഒരാൾ രാവിലെ ഉറപ്പിച്ചു വിശ്വസിച്ച് ഈമാനോടെ തിന്നാൽ അവന് സിഹുറും വിഷവും ഏൽക്കൂല. മൗലവി പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റൂല. എന്ത് ചെയ്യണോ? അജ്വാകാരൊക്കെ ലാബ് കൊണ്ടോണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഷിഫ ആ അജ്വാകാരക്കയിലുണ്ടോ നീ നമ്മളെ കൃഷ്ണനേട്ടം പരിശോധിച്ചു പറഞ്ഞു തരട്ടെ. മുത്ത് നബിയെക്കാളും ലാബിലെ മെഷീനെ വിശ്വസിച്ച കുഫ്രിയത്തിന്റെ വാഹകരെ ഖുർആനിക ആയത്തോതി സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ അടർത്തിയെടുത്തി കൊണ്ടുപോകുന്നത് അവിശ്വാസത്തിന്റെ പാതാളത്തിലേക്കാണ്. ആ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. എന്താ കാരണം എന്നറിയങ്ങള്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി വിശ്വസിക്കാൻ വഹാബികൾ റെഡിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്ത് കണ്ടേ വഹാബികൾ വിശ്വസിക്കുള്ളൂ. അള്ളാഹുവിനെ തന്നെ വഹാബികൾക്ക് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ നിർവാഹമില്ല. ഈ വിശ്വാസം വഹാബികളെ എവിടെ എത്തിച്ചു അറിയങ്ങള്? കേരളത്തിലെ വഹാബികളുടെ ഒരു പൗരാണികനായ ആചാര്യനാണ് CN അഹമ്മദ് മൗലവി. ആ CN അഹമ്മദ് മൗലവി ഒരു ഖുർആൻ പരിഭാഷ ഇറക്കാണ്. എന്തിനാ ഖുർആൻ പരിഭാഷ ഇറക്കിയത് നിങ്ങൾക്കറിയോ? തലന്റെ ഉള്ളിൽ വെളിച്ചം കിട്ടാത്ത വിശ്വാസമൊക്കെ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ദുർവ്യാഖ്യാനിച്ചു മാറ്റാൻ വേണ്ടിട്ട്. അതിലേതാണ്? ഖുർആനിൽ കുറെ മുഅ്ജിസത്ത് കറാമത്തുണ്ട്. അതൊന്നും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അങ്ങനെ കഴിഞ്ഞാൽ അത് കറാമത്താണ്, കഴിയാതെ വരുമ്പോൾ അത് കറാമത്താണ്. അതുകൊണ്ട് തന്നെ മൗലവിമാർക്ക് അത് വിശ്വസിക്കാൻ കഴിയണില്ല. അതാ മഹാനായ മൂസാ അലൈഹിസ്സലാം വെള്ളത്തിൽ അടിക്കുകയാണ്, നാഷണൽ ഹൈവേ വരികയാണ്. മൂസാ നബി അലൈഹി സ്വലാമും അനികളും അപ്പുറം കിടക്കുകയാണ്. മൗലവി ഇങ്ങനെ ആലോചിച്ചു, ഒരു പൊയി പോയിട്ടോ നദി പോയിട്ടോ അറ്റങ്കലായി പോയിട്ടോ വടി കൊണ്ട് അടിച്ചാൽ വെള്ളം എങ്ങനെയാ നീങ്ങുക? മാണെങ്കിൽ 2 തുള്ളി അപ്പുറപ്പുറം തെറിച്ചു എന്നല്ലാതെ. അപ്പൊ മൗലവി എന്താ അർത്ഥം വെച്ചു? അത് വേലിയേറ്റവും വേലിയിറക്കാണ്. വെള്ളം വേലിയേറ്റം ഉണ്ടായപ്പോ ആ ഗ്യാപ്പ് കൂടെ മൂസാ അലൈഹി സ്വലാം കഴിച്ചിലായതാണ്. ഇങ്ങനെ ഖുർആനിൽ തലക്കൊക്കാത്തതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഖുർആൻ പരിഭാഷ ഇവിടെയുള്ള നിരീശ്വരവാദികൾ ആഘോഷിച്ചിട്ടുണ്ട്, മുസ്ലിം വിരുദ്ധർ കൊട്ടിഘോഷിച്ചിട്ടുണ്ട്. അള്ള പറഞ്ഞ വിശ്വാസങ്ങളെ അന്ധമായി സ്വീകരിക്കാൻ കഴിയാത്ത വഹാബി പൗരോഹിത്യം അള്ളാന്റെ ഖുർആൻ പോലും തിരുത്തുകയാണ്. ആ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷയെ പറ്റി ഇന്നത്തെ ചില മൗലവിമാര് തന്നെ വിളിച്ചു പറയുന്നത് നോക്കുങ്ങള്. സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കുമല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. അതാണ് മൂപ്പര തലയിലൊക്കാത്തത് എവിടെ കണ്ടോ അതൊക്കെ പരിഭാഷ പറ്റി ഏർപ്പാക്കുക. നമ്മളൊക്കെ ഈ ചില കിതാബൊക്കെ ഓതി പഠിക്കുമ്പോൾ ചില കുട്ടികളുടെ നന്നാക്കി കേടെടുത്തല്. ഇതേപോലെ ഖുർആൻ നന്നാക്കി കേടെടുത്താൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഈ പരിഭാഷ ചെയ്തത്. എന്താണ് അതിന്റെ കാരണം? അമാനുമോലിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു നോക്കുക. എന്താ കാരണം എന്നറിയില്ല. കാരണം അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. അതൊക്കെ വിവരക്കേടാ. തനി മുസ്ലിം ശത്രുക്കളുടെ കോടാലിയായിരുന്നു അയാൾ. ഞാനിത് വളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്.
അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളാണ്, ഇയാളെ പോലെ തന്നെ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ്. എങ്ങനെ ഇസ്ലാമിനെ മൂപ്പര് വിചാരിച്ച മാതിരി എത്തിക്കുക? അള്ള പറഞ്ഞതുപോലെ എത്തിക്കാൻ മൂപ്പര മനസ്സ് റെഡിയല്ല. മുത്തുനബി പറഞ്ഞതുപോലെ എത്തിക്കാൻ റെഡിയല്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ എത്തിച്ചു കൊടുക്കുക. അതിനാണ് ഈ വഹാബീസ് എന്നുള്ള കരിഞ്ചന്ത ഈജിപ്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്ത? നിങ്ങള് ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ അമുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഈ അമുസ്ലിമീങ്ങളായ അറബികളുടെ മുമ്പിലാണ് ഈ ഖുർആൻ ഈ ആയത്തും ഹദീസൊക്കെ വെച്ചിട്ട് വിപ്ലവം ഉണ്ടാക്കിയത്. അള്ളാഹ്ക്കില്ലാത്ത വേജാറ് മൗലവി. മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ ഫംഫലക്കൽ ബഹറു ഫക്കാന കുല്ലു ഫിറകിൻ കത്തൗദിൽ അദീം, കടല് പിളന്നു. എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്ന് ഇപ്പൊ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതാ അങ്ങനെ എന്ത് ചെയ്തു? മൂപ്പര തലക്ക് ഫിറ്റാകണ കോലത്തിൽ ഖുർആനായത്ത് മൂപ്പര് ദുർവ്യാഖ്യാനിക്കുകയാണ്. അത് നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു കരുതിയിട്ടല്ല, മൂപ്പര മനസ്സിലെ ദഹനക്കേട് മാറ്റാനാണ്. അള്ള പറഞ്ഞത് അന്ധമായി വിശ്വസിക്കാൻ കഴിയാത്ത കൗമാണ്. അള്ളാന്റെ റസൂലിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ മനസ്സു പാകപ്പെടാത്ത കപടന്മാരാണ്. അവരാണ് വന്നിട്ട് നമ്മളെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത്. മുസ്ലിമീങ്ങളെ ഖിയാമത്ത് നാൾ വരെ അള്ള ഖുർആൻ സംരക്ഷിക്കുന്ന സിറാത്തുൽ മുസ്തഖീമില്ലയോ, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മ അടർത്തിയെടുത്തിട്ട് ദൈവനിഷേധത്തിലേക്ക്, കുഫ്രിയത്തിലേക്ക്, അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അടർത്തിയെടുക്കാൻ വഹാബികൾ നമ്മുടെ മുന്നിൽ വേഷപ്രച്ഛന്നരാവുകയാണ്.